സാറേ നമസ്കാരം. ഞാൻ ഒരു ചെറിയ വീഡിയോ സാറേ, നമ്മുടെ യൂണിറ്റ്സുകളും ആ യൂണിറ്റ്സിൻ്റെ പൈപ്പിങ്ങും ഇതിനെപ്പറ്റിയൊക്കെ ഒരു വളരെ സ്പീഡിൽ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ ലേഔട്ട് അയച്ചിരിക്കുന്നത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് 18 എച്ച് പിയുടെ മെഷീന്, അതേപോലെ തന്നെ അതിനകത്തിരുന്ന് 2 സർക്യൂട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ളതാണ് ഈ 3 യൂണിറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് സർക്യൂട്ടിലുള്ളതാണ് ഈ 3 യൂണിറ്റ്. ഇതിനകത്ത് ഈ 2 മെഷീന്, ഒന്ന് ബെഡ്റൂം, വേറൊരു ബെഡ്റൂമും കോമൺ റൂമിനും വേണ്ടി 2-വേ സ്പ്ലിറ്റ് കിച്ചണിൽ വരുന്നത്. ഈ 3 യൂണിറ്റും ഫസ്റ്റ് സർക്യൂട്ടിലാണ് പോകുന്നത്. സെക്കൻഡ് സർക്യൂട്ടിൽ നമ്മുടെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 യൂണിറ്റും, അതേപോലെ കാസറ്റ് ഹോം തിയേറ്റർ റൂമിനകത്തിരിക്കുന്ന ഇതാണ് 3ാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് ലേഔട്ട് നോക്കുമ്പം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഓരോ യൂണിറ്റിന് നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം കാരണം ഒരു ലെയറിന് ഒരു ഫ്ലോറിലുള്ള യൂണിറ്റുകളെല്ലാം ഒരു കണക്ഷൻ അങ്ങനെയല്ല. അത് ആ സർക്യൂട്ട് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ചാണ് ആ യൂണിറ്റുകളിലെ സീരിയൽ നമ്പർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് സർക്യൂട്ട് ഇതാണ്. നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ്. ഈ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മുകളിൽ ഒരു ഓഫ്സെറ്റ് കാണും. കാരണം ഇതുവഴിയാണ് ഹോട്ട് എയർ വരുന്നത്. ആ ഹോട്ട് എയർ പുറത്തോട്ട് പോകാൻ വേണ്ടി മേളിൽ ഫാനുണ്ട്. നമ്മൾ ട്രസ് വർക്ക് വരുമ്പം ട്രസ് വർക്കിൽ നിന്ന് അകത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു ഓഫ്സെറ്റും കൂടെ, അല്ലെങ്കിൽ ഒരു എൽബോവും കൂടെ കൊടുത്തിട്ട് പുറത്തോട്ട് എയർ തള്ളുകയാണ്. അതേപോലെ കോപ്പർ പൈപ്പ് എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവരികയാണ്. അപ്പം അത്യാവശ്യം മേളിൽ ആരെങ്കിലും കയറിയാലും അവർക്ക് ഈ ഒരു പൈപ്പ് അല്ലാതെ വേറൊരു പൈപ്പ് ഒന്നും നടക്കാനോ കാര്യത്തിനോ ഒന്നും ഡിസ്റ്റർബൻസ് ആവത്തില്ല. അപ്പം ഇതാണ് ഹെഡർ പൈപ്പ് എന്ന് പറയുന്നത്. ഹെഡർ പൈപ്പ് കഴിഞ്ഞിട്ട് കണക്റ്റിംഗ് പൈപ്പ്. ഈ കണക്റ്റിംഗ് പൈപ്പ് ഇരുന്ന് ഒരു സർക്യൂട്ട് താഴോട്ടും ഒരു സർക്യൂട്ട് മേളിരിക്കുന്ന യൂണിറ്റിലോട്ട് പോകും. ഈ ഒരു യൂണിറ്റ് താഴെ ഈ യൂണിറ്റിലോട്ടാണ് പോകുന്നത്. കോപ്പർ പൈപ്പിങ് അതിനകത്തിരുന്ന് തന്നെ ഉള്ള ബ്രാഞ്ചിലൂടെ നെക്സ്റ്റ് ഈ യൂണിറ്റിലോട്ട് അടുത്തത് പോകും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിക്കാം. ഇങ്ങനെ മേളിൽ ഇരുന്ന് പൈപ്പ് വന്നിട്ട് ഇവിടെ നമ്മളെ ഒരു കോർ ഡ്രില്ലിങ്ങോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് വഴിയാണ് ഈ പൈപ്പ് ഇറങ്ങുന്നത്. അപ്പം ഈ ഇൻഡിവിജ്വൽ പൈപ്പ് 1, 2 ഈ യൂണിറ്റ് താഴെയുണ്ട്. മൂന്നാമത്തെ പൈപ്പ് പോകുന്നത് ഈ പൈപ്പിങ്. ഈ പൈപ്പ് നേരെ ഇങ്ങനെ പോയി ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ 2-വേ കാസറ്റിലോട്ടാണ് ഈ യൂണിറ്റ് പോകുന്നത്. കോപ്പർ പൈപ്പിങ്. ഈ ഒരു വൈ ജോയിന്റിന് ശേഷം 1 മീറ്റർ എങ്കിലും അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ എങ്കിലും കാണണം. നമ്മൾ 1 മീറ്റർ ഓൾറെഡി ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷമാണ് ബെൻഡിങ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലെവൽ വൈസ് കാൽക്കുലേഷൻ ഉണ്ട്, ലെങ്ത് വൈസ് കാൽക്കുലേഷൻ ഉണ്ട്, ലെവൽ വൈസും കാൽക്കുലേഷൻ ഉണ്ട്. അതെല്ലാം കൺസിഡർ ചെയ്ത് തന്നെയാണ് നമ്മൾ ആ സർക്യൂട്ടിൽ ആ യൂണിറ്റുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 1, 2, 3 യൂണിറ്റ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ സർക്യൂട്ടിനകത്ത് ഇതാണ് രണ്ടാമത്തെ സർക്യൂട്ട് പോകുന്നത്. ഈ വൈ ജോയിന്റ് ഇരുന്നാണ് രണ്ടാമത്തെ സർക്യൂട്ട് തുടങ്ങുന്നത്. അതിനകത്ത് ഒരു ഇൻഡിവിജ്വൽ പൈപ്പ് നേരെ ഇങ്ങനെ പോയി ഇതുവഴി വന്ന് ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ ഈ ബ്രിഡ്ജിന്റെ താഴെയാണ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോഴും വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ കുറച്ചും കൂടെ പൈപ്പിംഗ് കുറയ്ക്കാനും രണ്ടാമത് ഇവിടെ ഇതുവഴി നമുക്കൊരു
കേബിൾ ട്രേ ഇട്ട് ഈ പൈപ്പിംഗ് ഇങ്ങനെ കൊണ്ടുവരാൻ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. പൈപ്പിൻ്റെ നീളം കുറയ്ക്കാനും ബഡ്ജറ്റിനകത്തും ഉള്ള വ്യത്യാസത്തിന് വേണ്ടി അങ്ങനെ ചെയ്തത്. ഇത് കാസറ്റ് ടൈപ്പ്. അപ്പം രണ്ടാമത്തെ സർക്യൂട്ടിനകത്ത് ഇതാണ് ആറാമത്തെ മെഷീന്. ഈ സർക്യൂട്ട് വരുന്നത് നേരെ ഇവിടെ വെച്ച് വീണ്ടും റഫ് നെറ്റ് വരും. ഈ റഫ് നെറ്റ് ഇരുന്ന് 1 മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ബെൻഡ് ചെയ്ത് ഈ മെഷീനിലോട്ട് ഒരു സപ്ലൈ വരും. വേറൊരു സപ്ലൈ ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് ഈ പൈപ്പ് ഇങ്ങനെ പോയി ഇതുവഴി പോയി ഈ മുറിക്കകത്ത് കയറി ഈ ലാസ്റ്റ് മെഷീനിലോട്ട് പോകും. അതേപോലെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ യൂണിറ്റിനകത്ത് ഇതെല്ലാം വന്ന് കയറുന്ന മാക്സിമം മേളിലോട്ട് പൊക്കിയാണ്. കണ്ടോ, ഇതുണ്ടോ മൗത്ത് കണ്ടോ, സാറിന് കാണാം. ഈ മൗത്ത് എല്ലാം മാക്സിമം മേളിലോട്ട് പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതും മാക്സിമം മേളിലോട്ട് പൊക്കിയാണ് വന്നിരിക്കുന്നത് മൗത്ത്. ഈ ഓഫ്സെറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മേളിലോട്ടാണ്, അപ്വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനകത്ത് വരുന്നത്. മെയിൻ ബ്രാഞ്ച് ഇരുന്നൊരു ബെഡ്റൂമിലോട്ട് വരുന്ന ഒരു ഓഫ്സെറ്റ്. 2 ആക്ടിവേറ്റർ വേണം. ഈ ആക്ടിവേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫ്ലോ വരും. ഈ ആക്ടിവേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ബ്രാഞ്ചിലോട്ട് പോകും. അതേപോലെ ഫസ്റ്റ് ഫ്ലോറിനകത്ത് വരുമ്പോഴും നമുക്ക് ഇങ്ങനെയാണ് ഇവിടെ ഒരു ആക്ടിവേറ്റർ കൊടുത്തിരിക്കുന്നത്. ഇത് മെയിൻ ബ്രാഞ്ചിലുള്ള ആക്ടിവേറ്റർ. ഇവിടെയും നമ്മളെ സീലിങ്ങിലോട്ട് അപ്വേർഡ്സ്, അതായത് ഈ സീലിങ് ഈ ബ്രാഞ്ച് വന്നിട്ട് ഈ ഡക്ട് വന്നിട്ട് ഓഫ്സെറ്റ് എടുത്ത് മേളിലോട്ടാണ് പോകുന്നത്. ഇത് നേരെ താഴോട്ട് കൊടുത്താൽ ആ സീലിങ്ങിൻ്റെ ഗ്രില്ല് താഴോട്ട് വരും. ഇത് മാക്സിമം മേളിലോട്ട് കൊണ്ടുപോകാൻ അങ്ങനെയാണ് നമ്മൾ ഗ്രില്ല് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ എയർ കണ്ടീഷൻ്റെയും ഡക്ട് ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ സാറേ, താങ്ക് യു.